സ്റ്റഡി പ്ലാൻ ആക്ച്വലി ഡിസൈൻ ചെയ്ത് നിങ്ങൾക്കായിട്ട് തരുകയാണ്. ഈ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ട്, നമ്മുടെ സ്പീഡ് കൂട്ടാനായിട്ട്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് നമ്മൾ ഡെയിലി എക്സാം പാറ്റേൺ അനുസരിച്ച് മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. JPHന്റെ മൂന്നാമത്തെ ബാച്ച് ഞങ്ങൾ ഈ വരുന്ന മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. കാറ്റഗറൈസ് സബ്ജക്ട്സ് ഇൻടു റെഡ് സോൺ, യെല്ലോ സോൺ, ഗ്രീൻ സോൺ. ഞാനൊക്കെ ഓർത്തിട്ടുള്ളത് ലവ് മദർ തെരേസ എന്ന് പറഞ്ഞിട്ട്, ലവ് മദർ തെരേസ. വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പോൾ പലരും ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള പലരും എന്നോട് ചോദിച്ചിരുന്നു, ഒരു സാർ ഒരു സ്റ്റഡി പ്ലാൻ സജസ്റ്റ് ചെയ്യാവുന്ന, അതായത് ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, അപ്പം ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി സമയം ഈ പഠനത്തിനോട് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് എക്സാംസിന് അധികം ദിവസം ഇല്ലല്ലോ. അതായത് JPH എക്സാം ആണെങ്കിൽ ഏപ്രിൽ 26-ാം തീയതിയാണ്. സ്റ്റാഫ് നഴ്സ് എക്സാം ആണെങ്കിൽ നമുക്കൊരു ജൂലൈ, ഓഗസ്റ്റ് ആ മാസങ്ങളിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ സജസ്റ്റ് ചെയ്യാവോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. അപ്പം അതിന് റിപ്ലൈ എന്നോണമാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സ്റ്റഡി പ്ലാൻ ആക്ച്വലി നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ആക്ച്വലി ഡിസൈൻ ചെയ്ത് നിങ്ങൾക്കായിട്ട് തരുകയാണ്. അതായത് നിങ്ങൾക്ക് അത് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുകൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു സ്റ്റഡി പ്ലാന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ പഠനത്തിലൊക്കെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു റുട്ടീൻ ഉണ്ട്, നമുക്ക് ഒരു റുട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി എങ്ങനെയും നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അങ്ങനെ നമ്മുടെ പഠനം ഇഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, ഡെയിലി നമ്മൾ ഇനിയിപ്പോ ഒരു 4 അല്ലെങ്കിൽ 5 മണിക്കൂർ പഠിക്കണം. ഇത് അപ്പൊ പലരും ചോദിക്കും, സാർ എനിക്ക് 3 മണിക്കൂർ പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എനിക്ക് 2 മണിക്കൂർ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. അതായത് പലരുടെയും പഠനത്തിന്റെ രീതി അല്ലെങ്കിൽ പലരുടെയും ഗ്രാസ്പിംഗ് പവർ ഒക്കെ വേറെയാണ്. അപ്പം ഓരോരുത്തർക്കും ആക്ച്വലി അവരുടേതായ രീതിയിൽ വേണമെങ്കിൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. പക്ഷെ എങ്കിലും നമുക്കിനി എക്സാമിന് അധികം ദിവസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാനിൽ ഡെയിലി ഒരു 4 to 5 hours കേട്ടോ, 4 to 5 hours നമ്മൾ പഠിച്ചിരിക്കണം. ആക്ച്വലി അതിന്റെ പല ടെക്നിക്സ് ഓഫ് സ്റ്റഡി ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ, പൊമോഡ്രോ ടെക്നിക്ക് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ ഒരു 4 to 5 hours സ്റ്റഡി ആണെങ്കിൽ തന്നെ അതിനെ നമ്മൾ ചെറിയ ചെറിയ ബ്രേക്സ് ഒക്കെ ഇടയ്ക്ക് കൊടുത്തു വേണം നമ്മൾ പഠിക്കാൻ. അതിപ്പം പിന്നെ ഒരു കാര്യമുള്ള, നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ടൈം അവൈലബിൾ ആകുന്നത് അതനുസരിച്ച് വേണം നമ്മുടെ ഈ അവേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ നമുക്ക് മോർണിംഗ് നമുക്ക് 2 മണിക്കൂർ പഠിക്കാൻ പറ്റും, ആഫ്റ്റർനൂണിൽ നമുക്ക് 1 മണിക്കൂർ പറ്റും, ഈവനിങ് നമുക്ക് 2 മണിക്കൂർ. അങ്ങനെ ആക്ച്വലി നമ്മൾ അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് വേണം, അല്ലെങ്കിൽ നമ്മളൊന്ന് ബ്രേക്കപ്പ് ചെയ്ത് വേണം നമ്മൾ ഈ അവേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം മിനിമം ഞാൻ ഈ പറയുന്നത് മിനിമം ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഇനിയിപ്പോ പഠിച്ചിരിക്കണം കേട്ടോ. രണ്ടാമത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ഞാൻ എവിടെയെങ്കിലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണോ അതോ ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിച്ചാൽ മതിയോ എന്ന് കേട്ടോ. അപ്പം ഇത് ആക്ച്വലി അതും ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്ലാൻ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ആക്ച്വലി ജനറലി പറയുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഒരു പ്ലാൻ റൈറ്റപ്പ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പം പലരും ചോദിക്കുന്നതാണ്, സാർ ഞങ്ങൾ കോച്ചിങ്ങിന് പോകണോ അതോ ഞങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാൽ മതിയോ എന്നുള്ളത്. അപ്പം ഇതിന് ബേസിക് ആയിട്ട് ഒറ്റ ആൻസറേ ഉള്ളൂ, നിങ്ങളുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. അതായത് നമ്മുടെ സബ്ജക്ട്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്സ് ക്ലിയർ ആണ് എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാൽ മതിയാവും. അതായത് ഇപ്പൊ പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, നമുക്ക് OB, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി, കൂടാതെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഇങ്ങനെ പല സ്പെഷ്യാലിറ്റി, സൈക്കാട്രി, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ഒക്കെ ഉണ്ട്. അപ്പം ഈ ആക്ച്വലി ഇത്രയും സബ്ജക്ട്സിൽ നമ്മുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, സെൽഫായിട്ട് പഠിച്ചാൽ മതി. പക്ഷെ ചിലതിൽ നമുക്ക് ചില സബ്ജക്ട്സിൽ നമുക്ക് കുറച്ച് നമ്മൾ വീക്ക് ആയിരിക്കും, അതിൽ ചില കൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ അല്ല, പല ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കോച്ചിങ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതായത് നിങ്ങൾ ആ ക്ലാസ് ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആണെങ്കിലും ഡെമോ ക്ലാസ്സും ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം നിങ്ങൾ നല്ല ഒരു കോച്ചിങ് സെന്റർ തിരഞ്ഞെടുക്കുന്നത് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. മൂന്നാമതായിട്ട് പറയുന്നത്, ഫോക്കസ് ഓൺ വീക്ക് ഏരിയാസ്. ആക്ച്വലി പല കുട്ടികളും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് അറിയാവുന്ന സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സബ്ജക്ട്സ് കൂടുതലായിട്ട് പഠിക്കുകയും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ എന്താണ്, നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് കണ്ടുപിടിച്ചിട്ട് അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് വേണം നമ്മൾക്ക് പഠിക്കാൻ. കാരണം എന്താണ്, ഒരിക്കലും എക്സാമിന് നമുക്ക് ഇഷ്ടമുള്ള സ്പെഷ്യാലിറ്റി എന്ന് മാത്രമായിരിക്കത്തില്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെ. ആക്ച്വലി ഈ ഓരോ സ്പെഷ്യാലിറ്റിയുടെയും ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഓരോ സ്പെഷ്യാലിറ്റിയുടെയും മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ പല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് വീക്ക് ആണ്, ഏതെങ്കിലും സ്പെഷ്യാലിറ്റീസ് വീക്ക് ആണ് എങ്കിൽ ഉറപ്പായിട്ടും അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കണം. നാലാമതായിട്ട് പറയാനുള്ളത്, ഡെയിലി
സോൾവ് മിനിമം 50 MCQs. അതായത് നമ്മുടെ എക്സാം എപ്പോഴും MCQ ബേസ്ഡ് ആണ്. കൂടാതെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 പോലും അല്ല, നമ്മുടെ 0.33 ആണ് നെഗറ്റീവ് മാർക്ക്. അപ്പോൾ ഈ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ട്, നമ്മുടെ സ്പീഡ് കൂട്ടാനായിട്ട്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് നമ്മൾ ഡെയിലി മിനിമം ഒരു 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. കൂടാതെ പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ചിലപ്പോൾ നമുക്ക് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണമെന്നില്ല. പക്ഷേ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ യൂസ് മാർക്കർ ടു ഹൈലൈറ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. നമ്മൾ ആക്ച്വലി നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പോകുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് പോകുക? ആക്ച്വലി അതിന് നമുക്ക് മാർക്കേഴ്സ് അവൈലബിൾ ആണ്, ബോൾഡ് ആയിട്ടുള്ള മാർക്കേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഫ്ലൂറസെന്റ് കളേഴ്സിലുള്ള ഹൈലൈറ്റേഴ്സ് നിങ്ങൾ തന്നെ എടുക്കുക. അത് മഞ്ഞയാകാം, അതിൽ പച്ചയാകാം, അങ്ങനെ ഫ്ലൂറസെന്റ് കളേഴ്സിലുള്ള മാർക്കേഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. കൂടാതെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് പോവുക. എന്തിനാ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്? നമ്മൾ ആക്ച്വലി ഇന്ന് പഠിച്ചു, 2-3 ദിവസം റിവൈസ് ചെയ്തു അല്ലേ? സോ അത് ഒരു 3-4 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. നമുക്ക് എക്സാമിനോട് അടുക്കുന്ന ദിവസം, അല്ലെങ്കിൽ എക്സാമിന് ഒരാഴ്ചയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും പല പ്രാവശ്യം റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അപ്പം ഒരിക്കലും ഈ നോട്ട്സ് ഫുള്ളി നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് കഴിയില്ല അല്ലെ? നമുക്ക് ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, നമ്മളെപ്പോഴും മറന്നു പോകുന്ന പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് നമുക്ക് വായിച്ച് നമുക്ക് പോകാനായിട്ട് കഴിയും. സോ അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, കാറ്റഗറൈസ് സബ്ജക്ട്സ് ഇൻടു റെഡ് സോൺ, യെല്ലോ സോൺ, ഗ്രീൻ സോൺ. നമ്മൾ സാധാരണ ട്രയേജിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ, അല്ലെ ട്രയേജിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക? റെഡ് സോൺ, യെല്ലോ സോൺ, ഗ്രീൻ സോൺ, അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. എന്താണ് റെഡ് സോൺ? ഡേഞ്ചർ അല്ലേ? അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത സബ്ജക്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആക്ച്വലി വീക്ക് ഏരിയാസിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത സബ്ജക്ട്സ്, നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സ് നമ്മൾ എന്ത് ചെയ്യുക? ഈ റെഡ് സോണിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. റെഡ് സോണിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ ഇന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത്, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് എഴുതി വെക്കുക. റെഡ് സോണിലെ ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് കൂടുതൽ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ആക്ച്വലി ആ സബ്ജക്ട്സ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ സബ്ജക്ട് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? യെല്ലോ സോൺ. യെല്ലോ സോണിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരുവിധം ഒക്കെ അറിയുന്ന കാര്യങ്ങൾ, നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ യെല്ലോ സോണിൽ ജനറൽ ആക്കുക, എന്നിട്ട് അത് പഠിച്ചു തുടങ്ങുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഗ്രീൻ സോൺ. അതായത് ചിലർക്ക് ചില സ്പെഷ്യാലിറ്റീസ് വളരെ ഇഷ്ടമായിരിക്കും. അതായത് എനിക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുണ്ടാവും, കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയും ഇപ്പൊ അത് തന്നെയാണെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറെ ഐഡിയ അതിനെ കുറിച്ചുണ്ടാകും. അപ്പം ഈ ഗ്രീൻ സോണും ജനറൽ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് കുറെ അറിയാവുന്ന, നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഈ ഗ്രീൻ സോണിന്റെ അണ്ടറിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതനുസരിച്ച് വേണം നമ്മുടെ ടൈം പ്രയോറിറ്റൈസ് ചെയ്യാൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ, 5 മണിക്കൂർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ 2 മണിക്കൂറെങ്കിലും നമ്മൾ ഈ റെഡ് സോണിന് കൊടുക്കുക, മിനിമം 1.5 മണിക്കൂറെങ്കിലും യെല്ലോ സോണിന് കൊടുക്കുക, 1 മണിക്കൂർ നമ്മൾ ഗ്രീൻ സോണിന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി സമയം നമ്മുടെ MCQs വർക്ക്ഔട്ട് ചെയ്യാനും റിവിഷൻ ചെയ്യാനുമായിട്ട് നമ്മൾ ബാക്കി ടൈം സ്പെൻഡ് ചെയ്യുക. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു അഡ്വൈസ് ആണ്. അപ്പൊ നിങ്ങൾക്കത് കുറച്ചൊന്ന് ഇൻഡിവിജ്വലൈസ് ചെയ്യാം. ആക്ച്വലി ഇത് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ആക്ച്വലി ഇൻഡിവിജ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷൻ വരുത്തി നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പഠനത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇത് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ടോപ്പിക്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണത്? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റിഗാർഡിംഗ് പ്ലാസന്റ കേട്ടോ. പ്ലാസന്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ? പലപ്പോഴും നമ്മുടെ പോസ്റ്റിങ്ങിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്ലാസന്റൽ സെപ്പറേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. ഏത് സ്റ്റേജിലാണ് പ്ലാസന്റൽ സെപ്പറേഷൻ നടക്കുക എന്ന് കമന്റ് ചെയ്യാവോ? സാധാരണ 3rd സ്റ്റേജ് ഓഫ് ലേബറിലാണ് പ്ലാസന്റൽ സെപ്പറേഷൻ നടക്കുക അല്ലെ? നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് പോകാം. ഉറപ്പായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവൻ കാണുക കേട്ടോ. കാരണം ഇവിടെ നിന്ന് ആക്ച്വലി പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏത് എക്സാം, നിങ്ങളുടെ JPHN എക്സാം ആയിക്കോട്ടെ, സ്റ്റാഫ് നഴ്സ് എക്സാം ആയിക്കോട്ടെ, സാധാരണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഹ്യൂമൻ പ്ലാസന്റ? ഹ്യൂമൻ പ്ലാസന്റ ആദ്യം പറയുന്നത് ഡിസ്കോയിഡ് ആണ് അല്ലേ? അതെന്താണ്? ഒരു ഡിസ്ക് ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. അതാണ്ട് ഡിസ്ക് ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ
ഹ്യൂമൻ പ്ലാസന്റ എന്ന് പറയുന്നത്. കൂടാതെ രണ്ടാമതായിട്ട് പറയുന്നത് അത് ഡെസിഡുവേറ്റ് ആണ്. എന്താണ് ഡെസിഡുവേറ്റ്? ഷെഡ്സ് ഓഫ് ആഫ്റ്റർ ഡെലിവറി. അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ ലെയർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്ലാസന്റ എന്ത് ചെയ്യുന്നു, ഷെഡ് ഓഫ് ചെയ്ത് പോകുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് അത് ഹീമോകോറിയൽ ആണ്. എന്താണ്? ലൈസ് ഡയറക്ട്ലി ഇൻ കോൺടാക്ട് വിത്ത് ദ മെറ്റേണൽ ബ്ലഡ്. അമ്മയുടെ രക്തവുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ പ്ലാസന്റ എന്താണ്? ഡിസ്കോയിഡ് ആണ്, ഡെസിഡുവേറ്റ് ആണ്, ഹീമോകോറിയൽ ആണ്. നമുക്ക് ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൂടാതെ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഹ്യൂമൻ പ്ലാസന്റ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ്, വെയിറ്റ് ഓഫ് ദ പ്ലാസന്റ ടേം ആകുമ്പോൾ വെയിറ്റ് ഓഫ് ദ പ്ലാസന്റ എത്രയാണ്? ടേം എന്ന് പറഞ്ഞാൽ അറിയാല്ലേ, ഫുൾ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 40 വീക്സ് ആണ്, അല്ലെങ്കിൽ 38 to 41.7 41.6 വീക്സ് ആണ് നമ്മൾ ടേം വീക്സ് എന്ന് പറയുക. അപ്പൊ വെയിറ്റ് ഓഫ് പ്ലാസന്റ ടേം എത്രയാണ്? 500 ഗ്രാം അല്ലെ, അല്ലെങ്കിൽ 1/2 കിലോഗ്രാം ഉണ്ടാകും വെയിറ്റ് ഓഫ് പ്ലാസന്റ അറ്റ് ടേം. ദെൻ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് പ്ലാസന്റ ടു ഫീറ്റസ്, അതായത് പ്ലാസന്റയുടെ വെയിറ്റും ഫീറ്റസിന്റെ വെയിറ്റും തമ്മിലുള്ള റേഷ്യോ, അത് പല തരത്തിലുള്ള ട്വിസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ആ റേഷ്യോ എന്ന് പറയുന്നത് 1:6 ആണ്. എങ്ങനെ കിട്ടിയത്? പ്ലാസന്റ, നോർമൽ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ 500 ഗ്രാം ആണ്, അല്ലെങ്കിൽ 1/2 കിലോഗ്രാം ആണ്. അതേസമയം നോർമൽ നമ്മൾ പറയുന്ന കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാ വരിക? 3 kg അല്ലെ, 3 kg ആണ് സാധാരണ നമ്മൾ ആവറേജ് വെയിറ്റ് ഓഫ് ന്യൂ ബോൺ പറയുക. അപ്പം അതുകൊണ്ടാണ് ഇത് 1:6 വരിക. നെക്സ്റ്റ്, വെയിറ്റ് ഓഫ് പ്ലാസന്റ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫീറ്റസ് അറ്റ് 17 വീക്സ് ഓഫ് പ്രഗ്നൻസി. അതായത് പ്ലാസന്റയുടെ വെയിറ്റ്, ഡെലിവറി കഴിയുമ്പോഴുള്ള പ്ലാസന്റയുടെ വെയിറ്റ് എന്ന് പറയുന്നത് കുഞ്ഞിന് 17 ആഴ്ച, അതായത് ഫീറ്റസിന് 17 ആഴ്ച ആകുമ്പോഴത്തേക്കുള്ള വെയിറ്റ് ആയിരിക്കും സാധാരണ വെയിറ്റ് ഓഫ് പ്ലാസന്റ എന്ന് പറയുന്നത്. കൂടാതെ പ്ലാസന്റ ഓക്കുപൈസ് 30% ഓഫ് ദ യൂട്രൈൻ വാൾ കേട്ടോ. പ്ലാസന്റ ഏകദേശം 30% ഓഫ് ദ യൂട്രൈൻ വാൾ ഒക്കുപൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് പ്ലാസന്റയെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. പ്ലാസന്റൽ ഫോർമേഷൻ സ്റ്റാർട്ട്സ് അറ്റ് 6th വീക്ക് കേട്ടോ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. അപ്പം പ്ലാസന്റൽ ഫോർമേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? അറ്റ് 6th വീക്ക് കേട്ടോ. 6th വീക്കിലാണ് പ്ലാസന്റൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് കംപ്ലീറ്റഡ് ബൈ 12th വീക്കിലെ പ്ലാസന്റൽ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. പ്ലാസന്റ ഇസ് ഡെവലപ്ഡ് ഫ്രം 2 സോഴ്സസ് കേട്ടോ. 2 സോഴ്സുകളിൽ നിന്നാണ് പ്ലാസന്റ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരു പ്ലാസന്റയ്ക്ക് 2 പാർട്സ് ഉണ്ട്. ഒന്ന് മെറ്റേണൽ പാർട്ട്, അതായത് അമ്മയുടെ യൂട്രസുമായിട്ട് ചേർന്ന് വരുന്ന പാർട്ട്, അതാണ് മെറ്റേണൽ പാർട്ട്. അതിപ്പുറം വേറൊരു പാർട്ടുണ്ട്, അതാണ് ഫീറ്റൽ പാർട്ട്, അതായത് കുഞ്ഞുമായിട്ട് ഫീറ്റസുമായിട്ട് ചേർന്ന് വരുന്ന പാർട്ടാണ് ഫീറ്റൽ പാർട്ട്. അപ്പം ഈ ഫീറ്റൽ പാർട്ട് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? കോറിയോൺ ഫ്രണ്ടോസം. ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിക്കാം കേട്ടോ. ഫീറ്റൽ പാർട്ട് ഫോം ചെയ്യുന്നത് കോറിയോൺ ഫ്രണ്ടോസം കേട്ടോ. നമുക്കത് എങ്ങനെ ഓർത്തിരിക്കാം? ഫ്രണ്ടോസം, എഫ് അല്ല, അത് ഫീറ്റൽ പാർട്ടാണ്. കോറിയോൺ ഫ്രണ്ടോസം അല്ലെങ്കിൽ സൈറ്റോട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയും. മെറ്റേണൽ പാർട്ടാണെങ്കിലോ ഡെസിഡുവ ബേസാലിസ് കേട്ടോ. മെറ്റേണൽ പാർട്ട് അമ്മയുടെ യൂട്രസിനോട് ചേർന്നിരിക്കുന്ന പാർട്ടാണല്ലേ, അതെന്താണ്? ഡെസിഡുവ ബേസാലിസ്. ബേസ് എന്ന് ഓർത്താൽ മതി. ബേസ് എന്ന് പറഞ്ഞാൽ അടിയിലുള്ള സാധനം അല്ലെ, അടിയിലുള്ള സ്ട്രക്ചറാണ് ബേസ്. അപ്പോൾ മെറ്റേണൽ പാർട്ടിൽ വരുന്നത് ഡെസിഡുവ ബേസാലിസ്. അതേസമയം ഫീറ്റസിന്റെ പാർട്ടിൽ വരുന്നത് എന്താണ്? കോറിയോൺ ഫ്രണ്ടോസം കേട്ടോ. കോറിയോൺ ഫ്രണ്ടോസം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാസന്റൽ സർക്കുലേഷൻ എല്ലാവർക്കും അറിയാലോ. പ്ലാസന്റൽ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. മെയിൻ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്ലാസന്റൽ സർക്കുലേഷൻ ലീഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഒരു അംബ്ലിക്കൽ വെയിൻ അല്ലെ, 1 അംബ്ലിക്കൽ വെയിൻ ആൻഡ് 2 അംബ്ലിക്കൽ ആർട്ടറി. സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ എന്താണ് ഇവിടെ ആക്ച്വലി ഇനിഷ്യലി ഇവിടെ 2 വെയിൻസ് ഉണ്ടാകും കേട്ടോ. 2 വെയിൻസ് ഉണ്ടാകും. അതിൽ ആക്ച്വലി ഒരു വെയിന് സ്വന്തമായിട്ട് തന്നെ നശിച്ചു പോകുന്നു. ജസ്റ്റ് ബാക്കി ഒരു വെയിൻ ആണ്, ഒരു അംബ്ലിക്കൽ വെയിൻ ആണ് റിമെയിൻ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു 2 അംബ്ലിക്കൽ വെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതായത് റൈറ്റ് അംബ്ലിക്കൽ വെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ ഉണ്ട്. അപ്പൊ ഏത് വെയിൻ ആണ് അവിടെ ശേഷിക്കുക? അതായത് ലെഫ്റ്റ് വെയിൻ ആണ് അവിടെ ശേഷിക്കുക, റൈറ്റ് വെയിൻ ആയിരിക്കും അവിടെ നിന്ന് ഡിസ്ട്രോയ് ചെയ്തു പോകുക. അത് നമ്മൾ എങ്ങനെ ഓർക്കും? ലെഫ്റ്റ് ഈസ് ലെഫ്റ്റ്, അങ്ങനെ തന്നെ ഓർത്താൽ മതി. എന്താണ് ലെഫ്റ്റ് ഈസ് ലെഫ്റ്റ്? ലെഫ്റ്റ് ഈസ് ലെഫ്റ്റ് കേട്ടോ. ലെഫ്റ്റ് ഈസ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ ആണ് ലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നത്. ലെഫ്റ്റ് ഈസ് ലെഫ്റ്റ്, ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ ആണ് അവിടെ റിമെയിൻ ചെയ്യുന്നത്. സോ ചോദിക്കാവേ ഏത് അംബ്ലിക്കൽ വെയിൻ ആണ് റിമെയിൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ ആണ് റിമെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് 2 അംബ്ലിക്കൽ ആർട്ടറീസ് ഉണ്ട്, 2 അംബ്ലിക്കൽ ആർട്ടറീസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സാധാരണ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ മാറിപ്പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്. എത്ര അംബ്ലിക്കൽ വെയിൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 2 ആണോ 1 ആണോ ആകെ കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഞാനൊക്കെ പഠിച്ച ആക്ച്വലി ഇങ്ങനെ IV എന്നാണ് പഠിച്ചത്. IV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ IV ഫ്ലൂയിഡ്സ് അല്ലെ. അപ്പം 1 വെയിൻ അങ്ങനെ തന്നെ ഓർത്തിരുന്ന
വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കൺഫ്യൂഷന് സ്ഥാനമില്ല. സോ ഒരു അംബ്ലിക്കൽ വെയിനും 2 അംബ്ലിക്കൽ ആർട്ടറീസും ഉണ്ട്. സോ അംബ്ലിക്കൽ വെയിനിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ അംബ്ലിക്കൽ വെയിന്റെ ഫംഗ്ഷൻ എന്താണ്? അംബ്ലിക്കൽ വെയിൻ ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. തെറ്റിപ്പോരുത്. സാധാരണ വെയിന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുക. ഇവിടെ അംബ്ലിക്കൽ വെയിൻ എന്താണ്? ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജൻ സാച്ചുറേഷൻ എത്രയാണ്? ഈ അംബ്ലിക്കൽ വെയിനിലെ ഓക്സിജൻ സാച്ചുറേഷൻ എത്രയാണ്? 70 to 80% ആണ് ഈ അംബ്ലിക്കൽ വെയിനിലെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുക. ഈ അംബ്ലിക്കൽ വെയിൻ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് എന്തായി മാറുന്നു, അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിന്റെ റെമനന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലിഗമെന്റം ടെറീസ് ആണ് കേട്ടോ. ലിഗമെന്റം ടെറീസ് എങ്ങനെ ഓർത്തിരിക്കും? ഞാനൊക്കെ ഓർത്തിരുന്നത് ലവ് മദർ തെരേസ എന്ന് പറഞ്ഞിട്ട്, ലവ് മദർ തെരേസ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. റെമനന്റ് ഓഫ് അംബ്ലിക്കൽ വെയിൻ എന്താണ്? ലിഗമെന്റം ടെറീസ്. അപ്പം ലവ് ഇതെന്താണ്? LUV ലവ്, ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ. റൈറ്റ് ഓൾറെഡി പോയി, നശിച്ചു പോയി അല്ലേ. നെക്സ്റ്റ് ഇരിക്കുന്നത് നമുക്ക് ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ ആണ്. അപ്പം ലവ് മദർ തെരേസ. മദർ എന്ന് പറഞ്ഞാല് മെന്റം കേട്ടോ. ഈ മെന്റം ആണ് ഈ മദർ. ഈ തെരേസ എന്ന് പറഞ്ഞാൽ ഈ ടെറസ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കാം നമുക്ക്. എന്താണ്? അംബ്ലിക്കൽ വെയിനിലെ ലെഫ്റ്റ് അംബ്ലിക്കൽ വെയിൻ എന്തായി മാറും പിന്നീട്? ലിഗമെന്റം ടെറീസ്. അതാണ് റെമനന്റ് എന്ന് പറയുന്നത്. ലിഗമെന്റം ടെറീസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് അംബ്ലിക്കൽ ആർട്ടറി. അംബ്ലിക്കൽ ആർട്ടറി എന്താണ്? ക്യാരീസ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കേട്ടോ. അംബ്ലിക്കൽ ആർട്ടറി ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ഓക്സിജൻ സാച്ചുറേഷൻ എത്രയാണ്? 50 to 60% ആണ് അംബ്ലിക്കൽ ആർട്ടറിയിലെ ഓക്സിജൻ സാച്ചുറേഷൻ വരിക. ഇതിന്റെ റെമനന്റ് എന്താണ്? അതായത് അംബ്ലിക്കൽ ആർട്ടറി ഞാൻ പറഞ്ഞു 2 അംബ്ലിക്കൽ ആർട്ടറി ഉണ്ട് അല്ലെ. സോ അതിന്റെ റെമനന്റ് എന്താണ്? മീഡിയൽ അംബ്ലിക്കൽ ലിഗമെന്റ്. അപ്പം നമുക്ക് അതെങ്ങനെ ഓർത്തിരിക്കാം? അമൂൽ എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. നേരത്തെ എന്തായിരുന്നു? ലവ് മദർ തെരേസ. ഇവിടെ എന്താണ്? അമൂൽ. അമൂലിന്റെ എ എന്താണ്? അംബ്ലിക്കൽ ആർട്ടറിയുടെ എ ആണോ ഈ എ. ദെൻ MUL മീഡിയൽ അംബ്ലിക്കൽ ലിഗമെന്റ് കേട്ടോ. ഇങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറക്കത്തില്ല. അപ്പം ഈ അംബ്ലിക്കൽ ആർട്ടറിയുടെ റെമനന്റ് എന്താണ്? മീഡിയൽ അംബ്ലിക്കൽ ലിഗമെന്റ്. മീഡിയൽ അംബ്ലിക്കൽ ലിഗമെന്റ് കേട്ടോ. നെക്സ്റ്റ് അനാട്ടമി ഓഫ് പ്ലാസന്റ. ടേമില് ഇതിന്റെ അനാട്ടമിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ? സോ ഫീറ്റൽ സൈഡില് എന്താണ്? മെയിൻലി കംപ്രൈസ് ഓഫ് കോഡ്സ് ആൻഡ് മെംബ്രെയിൻസ് കേട്ടോ. അതായത് പ്ലാസന്റ ഞാൻ നേരത്തെ പറഞ്ഞു 2 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഫീറ്റൽ സൈഡ്, ഒന്ന് മെറ്റേണൽ സൈഡ്. കോറിയോൺ ഫ്രണ്ടോസം പറഞ്ഞു, ഡെസിഡുവ ബേസാലിസ് പറഞ്ഞു അല്ലെ. ഫീറ്റൽ സൈഡ് കോറിയോൺ ഫ്രണ്ടോസം, മെറ്റേണൽ സൈഡ് ഡെസിഡുവ ബേസാലിസ് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഫീറ്റൽ സൈഡ് കംപ്രൈസ് ഓഫ് കോഡ്സ് ആൻഡ് മെംബ്രെയിൻസ് കേട്ടോ. നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. അതിന്റെ ഫീറ്റൽ സൈഡില് കോഡ്സ് ഉണ്ട്, പിന്നെ മെംബ്രെയിൻസ് ഉണ്ട്. കൂടാതെ മെറ്റേണൽ സൈഡ് ആണെങ്കിലോ കോട്ടിലിഡൻസ് ഉണ്ട്, ലിമിറ്റഡ് ബൈ ഫിഷേഴ്സ് ആണ്. ഇതാണ് മെറ്റേണൽ സൈഡ്. നിങ്ങൾക്ക് കാണാവോ? മെറ്റേണൽ സൈഡ് മെറ്റേണൽ സൈഡ് കുറച്ച് റഫ് ആണ്. മെറ്റേണൽ സൈഡ് കുറച്ച് റഫ് ആണ്. അവിടെ കോട്ടിലിഡൻസ് ഉണ്ട്, കോട്ടിലിഡൻസ് ഉണ്ട്, ലിമിറ്റഡ് ബൈ ഫിഷേഴ്സ്. ഫീറ്റൽ സൈഡ് ആണ് കൂടുതൽ. അതായത് 4 ഭാഗവും എന്താണ്? ഫീറ്റൽ സൈഡ് ആണ്. അതേസമയം 1 ഭാഗം മാത്രമേ മെറ്റേണൽ സൈഡ് വരുന്നുള്ളൂ. കൂടാതെ ഫീറ്റൽ സൈഡ് ഫോം ചെയ്തിരിക്കുന്ന എന്താണ്? ഞാൻ പറഞ്ഞു കോറിയോൺ ഫ്രണ്ടോസം അല്ലെങ്കിൽ ട്രോഫോബ്ലാസ്റ്റ് എന്നൊക്കെ പറയും. മെറ്റേണൽ സൈഡ് ഫോം ചെയ്തിരിക്കുന്നത് ഡെസിഡുവ ബേസാലിസ് ആണ്. കംപ്രൈസ് ഓഫ് 4/5 ഓഫ് പ്ലാസന്റ ആണ് ഫീറ്റൽ സൈഡ്, 1/5 ഓഫ് പ്ലാസന്റ ആണ് മെറ്റേണൽ സൈഡ്. ഫീറ്റൽ സൈഡ് എന്താണ്? ഷൈനി ഗ്രെയിൻ കളർ. അതായത് ഫീറ്റൽ സൈഡ് നോക്കിക്കേ, ഷൈനി ഗ്രെയിൻ കളർ ആണ് ഫീറ്റൽ സൈഡ്. മെറ്റേണൽ സൈഡ് ആണെങ്കിലോ ഡൾ റെഡ് ഇൻ കളർ കേട്ടോ. മെറ്റേണൽ സൈഡ് ഡൾ റെഡ് ഇൻ കളർ. കൂടാതെ ഫീറ്റൽ സൈഡില് ഫീറ്റൽ മെംബ്രെയിൻ ഉണ്ട്, അംബ്ലിക്കൽ കോഡ് ഉണ്ട്. മെറ്റേണൽ സൈഡിലാണെങ്കിൽ ലോബ്സ് നമുക്ക് കാണാം കേട്ടോ. മെറ്റേണൽ സൈഡിൽ നമുക്ക് ലോബ്സ് കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് പ്ലാസന്റ. പ്ലാസന്റയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ്? കോട്ടിലിഡൻസ് ആണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് പ്ലാസന്റ. കൂടാതെ USG ഫോർ ലോക്കലൈസേഷൻ ഓഫ് പ്ലാസന്റ. അതായത് ഈ പ്ലാസന്റ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ സാധാരണ എപ്പോഴാണ് ചെയ്യുക? നമ്മൾ സാധാരണ ഐഡന്റിഫൈ ചെയ്യുക അൾട്രാസോണോഗ്രഫിയിൽ കൂടെയാണ്. നമ്മളത് എപ്പോഴാണ് കണ്ടുപിടിക്കുക? സാധാരണ 3rd ട്രൈമസ്റ്ററിൽ. എന്തിനാണ്? നമുക്ക് ഐഡിയലി അല്ലെങ്കിൽ നോർമലി ഈ പേഷ്യന്റിന് എവിടെയാണ് പ്ലാസന്റ അഡ്ഹർ ചെയ്തിരിക്കുന്നത് എന്ന് അറിയണം. എന്തിനാ അറിയുന്നത്? കാരണം താഴെയാണ് ലോ ലൈങ് പ്ലാസന്റ ആണ്, അല്ലെങ്കിൽ പ്ലാസന്റ പ്രീവിയക്ക് ആണെങ്കിൽ ആക്ച്വലി പേഷ്യന്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകും ഡ്യൂറിംഗ് ഡെലിവറി അല്ലെങ്കിൽ 3rd ട്രൈമസ്റ്ററിൽ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ USG ഫോർ ലോക്കലൈസേഷൻ ഓഫ് പ്ലാസന്റ ചെയ്യുക 3rd ട്രൈമസ്റ്ററിലാണ്. തിക്നെസ് ഓഫ് പ്ലാസന്റ ആ ടേം എത്രയാണ്? 2.5 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ ആണ് തിക്നെസ് ഓഫ് പ്ലാസന്റ അറ്റ്
term, then thickness increase by 1 millimeter every week. കേട്ടോ, ഓരോ വീക്കിലും എന്താണ് തിക്നെസ് 1 millimeter വെച്ച് കൂടുന്നുണ്ട്. അറ്റ് 40 weeks ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 4 centimeter അല്ലെങ്കിൽ 400 millimeters ആണ്. ഇഫ് തിക്നെസ് is more than 4 centimeter, അതായത് തിക്നെസ് ഓഫ് പ്ലാസന്റ more than 4 centimeter ആണെങ്കിൽ നമ്മൾ എന്ത് പറയും അതിനെ? പ്ലാസന്റോമെഗാലി എന്ന് പറയും. പ്ലാസന്റോമെഗാലി ആക്ച്വലി ഒരു നോർമൽ ഫൈൻഡിങ് അല്ല, പല ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് സാധാരണ പ്ലാസന്റോമെഗാലി വരിക. അപ്പൊ തിക്നെസ് ഓഫ് മോർ ദാൻ 4 centimeter വരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പ്ലാസന്റോമെഗാലി എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് പിന്നെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ് സെൽസ് ഇൻ പ്ലാസന്റ ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ് കേട്ടോ. അതായത് നമ്മുടെ പ്ലാസന്റയിലും ഫെലോപ്പിയൻ ട്യൂബിലും ഒക്കെ കാണുന്ന സെൽസ് ഏതാണ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ലാംഗർഹാൻസ് സെൽസ് കേട്ടോ. ഇതിന് മുന്നേ ഉള്ള ഒരു DME എക്സാമിന്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ലാംഗർഹാൻസ് സെൽസ്. എവിടെ അത് കാണുക? സൈറ്റോട്രോഫോബ്ലാസ്റ്റിലാണ് ലാംഗർഹാൻസ് സെൽസ് കാണുക. ഹോഫ്ബെയർ സെൽസ് കേട്ടോ. ഹോഫ്ബെയർ സെൽസ് എവിടെ കാണുക? പ്ലാസന്റയിലാണ്. ഇതൊരു പ്രീവിയസ് എക്സാം ക്വസ്റ്റൻ ആണ്. പെക് സെൽസ് എവിടെ കാണുക? ഫെലോപ്പിയൻ ട്യൂബിലാണ്. നിതാബുഷ് ലെയർ എവിടെ കാണുക? അതൊരു ഫൈബ്രോയിഡ് ലെയർ ആണ് ബിറ്റ്വീൻ കോറിയോൺ ആൻഡ് ഡെസിഡ്യൂവ. കോറിയോണിനും ഡെസിഡ്യുവലും ഇടയ്ക്ക് കാണുന്ന ഒരു ഫൈബ്രോയിഡ് ലെയർ ആണ് നിതാബുഷ് ലെയർ കേട്ടോ. നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ലാംഗർഹാൻസ് സെൽസ്, സൈറ്റോട്രോഫോബ്ലാസ്റ്റ്, ഹോഫ്ബെയർ സെൽസ്, പ്ലാസന്റ, പെക് സെൽസ്, ഫെലോപ്പിയൻ ട്യൂബ്, നിതാബുഷ് ലെയർ, ഫൈബ്രോയിഡ് ലെയർ ബിറ്റ്വീൻ ദ കോറിയോൺ ആൻഡ് ഡെസിഡ്യുവ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സിക്ക വൈറസ് കാൻ ഇൻഫെക്ട് ഹോഫ്ബെയർ സെൽസ് കേട്ടോ. സിക്ക വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഹോഫ്ബെയർ സെൽസിനെ അഫക്ട് ചെയ്യും. സോ അത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, എസ്പെഷ്യലി പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ. നെക്സ്റ്റ്, ഹോർമോൺ സെക്രീറ്റഡ് ബൈ പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഇതും എക്സാമിന് ചോദിക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബീൻ സെക്രീറ്റഡ് ബൈ പ്ലാസന്റ? അങ്ങനെയൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പ്ലാസന്റ, ഒന്ന് HCG അതായത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. സെക്കൻഡ് വൺ ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ. ദെൻ എല്ലാവരും പറയുന്ന പോലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കൂടാതെ ഹ്യൂമൻ കോറിയോണിക് തൈറോട്രോപ്പിക് ഹോർമോൺ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ എ, അല്ലെങ്കിൽ നമുക്ക് പാപ്പ എന്ന് പറയാം. പാപ്പ, പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ എ. ഇതൊക്കെയാണ് ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ പ്ലാസന്റ. അപ്പൊ നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് പ്ലാസന്റയുടെ നോർമൽ ഫൈറ്റീസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കൂടാതെ അതിന്റെ ഡിഫറെന്റ് പാർട്സ് നമ്മൾ കണ്ടു, ദെൻ ഹോർമോൺസ് കണ്ടു, ഡിഫറെന്റ് സെൽസ് കണ്ടു അല്ലെ. സോ ഇത് ഈ എന്താണ്, നന്നായിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിച്ചോട്ടെ, നമ്മുടെ JPHന്റെ പുതിയ ബാച്ച്, അതായത് JPHന്റെ 3ാമത്തെ ബാച്ച് ഞങ്ങൾ ഈ വരുന്ന മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് 10ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.